أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അത്യന്തം ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യൻ മുസ്ലിം സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹം അസ്തിത്വ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആദ്യം പൗരാവകാശ നിയമം, ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, മദ്രസകൾ അടച്ചുപൂട്ടൽ, പള്ളികൾ നിൽക്കുന്ന സ്ഥലങ്ങൾ തർക്കപ്രദേശങ്ങളാണെന്ന് ചൂണ്ടിക്കാണിച്ച് കോടതികൾ കയറൽ, ഇങ്ങനെ നാനാതരത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ സാംസ്കാരികമായ വ്യക്തിത്വം തുടച്ചു നീക്കുവാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കവെയാണ് ഏറ്റവും ഒടുവിൽ മുസ്ലിം സമൂഹത്തെ സാംസ്കാരികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തകർക്കാനും സമുദായത്തിൻ്റെ നട്ടെല്ലൊടിക്കുവാനും ഭരണകൂടം പുതിയ വഖഫ് ഭേദഗതി ബിൽ ലോകസഭയിലും രാജ്യസഭയിലും പാസാക്കിയെടുത്തത്. ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന വഖഫ് ഭേദഗതി മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായ ഒരു ഭീഷണിയാണ്. അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോക മോക്ഷവും ലക്ഷ്യം വെച്ച് നമ്മുടെ പൂർവികരായ ആളുകൾ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ വഖഫ് സംരംഭങ്ങളും ഇനി ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമായിരിക്കും. വഖഫ് ചെയ്തവർക്കോ അത് നടത്തുന്നവർക്കോ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കോ ഒരു നിലക്കും അധികാരമോ അവകാശമോ ഇല്ലാത്ത രൂപത്തിൽ വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് സംഗതികൾ നീങ്ങിയിട്ടുള്ളത്. രാജ്യത്തൊട്ടാകെ 30 വഖഫ് ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ദർഗകൾ, പള്ളികൾ, ഖബർസ്ഥാനുകൾ ഉൾപ്പെടെ 9 ലക്ഷം വസ്തുക്കൾ ഈ വഖഫ് ബോർഡുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്നു. ഈ വഖഫ് ബോർഡുകൾ നിയന്ത്രിക്കുന്നത് 1.2 ലക്ഷം കോടിയുടെ സ്വത്തുക്കളാണ്. ഇപ്പോൾ ഇവിടെ പാസ്സായ വഖഫ് ഭേദഗതി ബില്ലിലെ താല്പര്യപ്രകാരം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞാൽ ഇങ്ങനെ സംഗ്രഹിക്കാം. വഖഫ് ബോർഡുകളുടെ അധികാരം നിയന്ത്രിക്കപ്പെടും. വഖഫ് ബോർഡിന് മേൽ ഗവൺമെന്റിനും ബ്യൂറോക്രസിക്കും പരമാധികാരം ലഭിക്കും. അമുസ്ലിം പ്രതിനിധികളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തും. വഖഫ് ബോർഡിലേക്ക് സംഭാവനകൾ ചെയ്യുവാനും വഖഫ് ചെയ്യുവാനും നിയന്ത്രണങ്ങൾ ഉണ്ടായി വരും. നേരത്തെ ട്രൈബ്യൂണലിന് ഉണ്ടായിരുന്ന അവകാശങ്ങൾ എടുത്തു കളയുകയും ജില്ലാ കലക്ടർമാർക്ക് തർക്ക വിഷയത്തിൽ തീരുമാനം കൽപ്പിക്കുവാനുള്ള അധികാരം ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ നാനാതരത്തിൽ വഖഫിനെ നിരുത്സാഹപ്പെടുത്തുകയും നിലവിലുള്ള വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ വിഷയം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിഗണനക്കും പ്രത്യേകമായ ശ്രദ്ധക്കും വിഷയീഭവിക്കേണ്ട കാര്യമാണ്. ഓരോ സമുദായത്തിനും തങ്ങളുടെ പ്രത്യേകമായ താല്പര്യമനുസരിച്ചുകൊണ്ട് സ്വത്തുക്കൾ കൈവശം വെക്കാനും സ്ഥാപനങ്ങൾ നടത്താനും
അവ നിയന്ത്രിക്കാനും അതിന്റെ ഭരണമാരം ഏറ്റെടുക്കാനും എല്ലാമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട്. ഹിന്ദുക്കൾക്കാവാം, ക്രിസ്ത്യാനികൾക്കാകാം, ജൈനമതക്കാർക്കാവാം, ബുദ്ധമതക്കാർക്കാവാം, അങ്ങനെ എല്ലാവർക്കും ഈ വിഷയത്തിൽ തുല്യമായ അവകാശങ്ങളും അധികാരങ്ങളും ഭരണഘടന വിഭാവന ചെയ്യുന്നുണ്ട്. എന്നാൽ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തോടൊപ്പം നിലകൊള്ളും എന്ന് നാം പ്രതീക്ഷിച്ചിരുന്ന മൂന്നാം വേദക്കാരായ ബൈബിളിന്റെ അവകാശികളായ ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം ഇവിടെയുള്ള ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കളോട് തോളോട് തോൾ ചേർന്നുകൊണ്ട് പാസാക്കിയെടുത്ത വഖഫ് ബില്ലിന് വേണ്ടി പ്രത്യേകമായി ശബ്ദമുയർത്തുകയും തങ്ങൾ വോട്ട് ബാങ്കാണ് എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തി ചില മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും. ഞാൻ ഇവിടെ ചില വസ്തുതകൾ മാത്രം നിങ്ങൾക്ക് മുമ്പാകെ വെക്കുകയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വഖഫ് ബോർഡുകളാകുന്നു അന്തിമമായി ഇതുവരെയും അവയുടെ കൈകാര്യങ്ങൾ നിർവഹിച്ചിരുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ശത്രുക്കളോടൊപ്പം തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദര സമുദായമായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഉദ്ധരിക്കുന്ന കണക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ ലാൻഡ് ഇൻഫോർമേഷൻ വെബ്സൈറ്റിൽ നിന്നും ആധികാരികമായി എടുത്ത രേഖയാണ്. ഈ സംഘർഷത്തിലെല്ലാം മുസ്ലിം സമുദായത്തോട് തോളോട് തോൾ ചേർന്ന് നിന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടിയിരുന്ന ക്രൈസ്തവ സമുദായത്തിലെ ഒരു വിഭാഗം പ്രത്യേകമായ വൈരവും വിദ്വേഷവും വെറുപ്പും മനസ്സിൽ പോറ്റി വളർത്തുന്നു എന്ന ഒരേ ഒരു കാരണത്താൽ സത്യത്തിൽ വസ്തുതകൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് എന്ന യാഥാർത്ഥ്യം മറന്നുകൂടാ. ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വഖഫ് ബോർഡ് ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്ന ഭരണ സംവിധാനത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഭൂമികൾ കൈവച്ച സമുദായമാകുന്നു ക്രൈസ്തവ സമുദായം. ഇന്ത്യ ഗവൺമെന്റ് 1531 ചതുരശ്ര കിലോമീറ്റർ അഥവാ 1531 ഹെക്ടർ ഭൂമിയാണ് കൈവശം വെച്ചത്. അതിലാണ് ഈ പറയുന്ന 51 മിനിസ്ട്രികൾ, 116ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, കോളേജുകൾ തുടങ്ങി എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന 1531 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയിലാണ്. എന്നാൽ ഇന്ത്യയിലെ കത്തോലിക് ചർച്ച് കൈവശം വെച്ചത് 7 കോടി ഹെക്ടർ ഭൂമിയാണ്. 7 കോടി ഹെക്ടർ ഭൂമി എന്ന് പറഞ്ഞാൽ 17.25 കോടി ഏക്കർ എന്നർത്ഥം. അതിലാകുന്നു ചർച്ചുകൾ, കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ. മൊത്തം 20,000 കോടി രൂപയുടെ ആസ്തി ഇന്ത്യയിലെ കത്തോലിക് ചർച്ച് കൈവശം വെക്കുന്നുണ്ട്. ഇത് നിയന്ത്രിക്കുവാൻ ഇന്ത്യ ഗവൺമെന്റ് പല സന്ദർഭങ്ങളിലും നിയമനിർമ്മാണം നടത്തുകയും വഖഫ് ബോർഡ് പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇവയെല്ലാം തങ്ങൾക്ക് അനന്തരമായി ലഭിച്ച സ്വത്താണെന്നും കാനൂൻ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നുമുള്ള ശാഠ്യമായിരുന്നു അവർക്കുണ്ടായത്. സത്യത്തിൽ മുസ്ലിം സമൂഹത്തോട് ഈ രൂപത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ നാളെ മറ്റ് സമുദായങ്ങൾ, ക്രിസ്ത്യൻ സമുദായം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ഇതുപോലെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കുകയും അവരുടെ വഖഫ് ബോർഡുകളിൽ, അവരുടെ സമിതികളിൽ മതസ്ഥരല്ലാത്ത ആൾക്കാരെയും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലാണോ അവർ ഈ വിഷയം എടുക്കുക, ആ പ്രയാസത്തിലാണ് വാസ്തവത്തിൽ മുസ്ലിം സമുദായം ഉള്ളത്. വസ്തുതകൾ നാം മനസ്സിലാക്കണം. വസ്തുതകൾക്ക് സ്ഥാനമില്ലാത്ത കാലഘട്ടമാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലഘട്ടം സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും സ്ഥാനമില്ല. ഓക്സ്ഫോർഡ് ഡിക്ഷണറി പ്രസിദ്ധീകരിച്ച ഒരു കണക്കനുസരിച്ച് 2016 വർഷത്തിൽ ലോകത്ത് ഏറ്റവും അധികം ഉപയോഗിച്ച പദം പോസ്റ്റ് ട്രൂത്ത് ഇറ എന്ന വാക്കാണ്. പോസ്റ്റ് ട്രൂത്ത് ഇറ എന്ന് പറഞ്ഞാൽ സത്യാനന്തര കാലഘട്ടം. സത്യാനന്തര കാലഘട്ടത്തിന്റെ പ്രത്യേകത സത്യത്തിനും വസ്തുതകൾക്കും സ്ഥാനമില്ല, വികാരങ്ങൾക്കും വിക്ഷോഭങ്ങൾക്കുമാകുന്നു സ്ഥാനം.
പൊതു റോഡുകളിലും നിരത്തുകളിലും ജനങ്ങൾ ഏത് രൂപത്തിലാകുന്നുവോ വസ്തുതകൾ മനസ്സിലാക്കുന്നത് അതിന് മാത്രമാണ് വാസ്തവത്തിൽ പ്രസക്തി ഉണ്ടാവുക. ഇതാണ് സത്യാനന്തര കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഈ സത്യാനന്തര കാലഘട്ടത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നടത്തിയ ഒരു പ്രവചനം ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ വെക്കുകയാണ്. ഈ പ്രവചനത്തിലെ ഓരോ വാക്കും എത്ര കൃത്യമായ രൂപത്തിൽ പുലർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം അപഗ്രഹിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ. തോന്നിയ ഇഷ്ടരൂപത്തിൽ തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്ന വ്യക്തിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നൽകുന്ന വഹയിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകന്റെ ഓരോ പ്രസ്താവനയും എന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഞാൻ ഇവിടെ ഉദ്ധരിക്കാൻ പോകുന്ന ഈ ഹദീസ് ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലഘട്ടത്തിൽ എത്രമാത്രം പ്രസക്തമാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സയഅതി അലന്നാസി സനവാത്തുൻ ഖദ്ദാഅത്ത്. ഒരു സത്യാനന്തര കാലഘട്ടം ജനങ്ങൾക്ക് വരാനിരിക്കുന്നു. വഞ്ചനയുടെ കാലഘട്ടമാകുന്നു അത്. യുസദ്ദഖു ഫീഹൽ കാദിബ്. കള്ളന്മാരായ ആളുകൾ സത്യവാന്മാരായി വാഴ്ത്തപ്പെടും. വയുക്കദ്ദബു ഫീഹസ് സാദിഖ്. സത്യവാന്മാരായ ആളുകൾ കള്ളന്മാരായി മുദ്രകുത്തപ്പെടും. വയുഅ്തമനു ഫീഹൽ ഖായിൻ. വഞ്ചകന്മാരായ ആളുകൾ വിശ്വസ്തരാണ് എന്ന് ജനങ്ങൾ വാഴ്ത്തിപ്പാടും. വയുഹവ്വനു ഫീഹൽ അമീൻ. സത്യസന്ധരും വിശ്വസ്തരുമായ ആളുകൾ കള്ളന്മാരായും വഞ്ചകന്മാരായും ജനങ്ങൾ പറഞ്ഞു പരത്തും. ഇതാണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത. സത്യത്തിനും നീതിക്കും നെറിക്കും സ്ഥാനമില്ലാത്ത, അവകാശങ്ങൾക്കും അതേപോലെ തന്നെ വനരോധനങ്ങളായി കലാശിക്കുന്ന ഒരു ഘട്ടത്തിൽ എല്ലാത്തരം വിലാപങ്ങളും വനരോധനമായി കലാശിക്കുന്ന ഒരു കാലഘട്ടം സത്യാനന്തര കാലഘട്ടമായിരിക്കും എന്നാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരാണ് നമുക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നത്? ആരാണ് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത്? ആരാണ് ഈ കാലഘട്ടത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിധികൾ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ സംസാരിക്കാൻ മുന്നോട്ട് വരിക റുവൈബിളയാണ്. സഹാബിമാർ ചോദിക്കുന്നു, റുവൈബിള എന്ന് പറഞ്ഞാൽ എന്താണ് റസൂലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അർറജുലു താബിഹു യതകല്ലമു ഫീ ഉമൂരിൽ ആമ്മ. നീചനും നികൃഷ്ടനും വിവരദോഷിയും ക്രിമിനലും സാമൂഹ്യ വിരുദ്ധനുമായ ആൾക്കുള്ള അറബി പദമാകുന്നു താഫിഹ് എന്ന് പറഞ്ഞാൽ. ഇത്തരം താഫിഹായ വിരോധികളായ ക്രിമിനലുകളായ ആളുകൾ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ മുന്നോട്ട് വരും. അവരായിരിക്കും നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അവരായിരിക്കും ഈ നാട്ടിൽ എന്താണ് സത്യം, എന്താണ് അവകാശം എന്ന് നിർണയിക്കാൻ മുന്നോട്ട് വരിക. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിട്ടുള്ള ഈ കാലഘട്ടമല്ലേ വാസ്തവത്തിൽ നബി തിരുമേനി പ്രവചിച്ചത്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചരിത്രത്തിൽ വഖഫിന്റെ സ്ഥാനം വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം, ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടം, താബിഈകളുടെയും താബിഈകളുടെയും കാലഘട്ടം, അമവിയ്യ അബ്ബാസിയ കാലഘട്ടം, ഈ കാലഘട്ടങ്ങളിലെല്ലാം മുസ്ലിം സമൂഹത്തിലും സംസ്കാരത്തിലും ഉണ്ടായ മുഴുവൻ നാഗരികതകളുടെയും ഊർജ സ്രോതസ്സായിരുന്നു വഖഫ് എന്ന് പറഞ്ഞാൽ. മുസ്ലിം സമൂഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, ആതുരാലയങ്ങൾ ഉണ്ടാക്കി, ആശുപത്രികൾ സ്ഥാപിച്ചു, അനാഥാലയങ്ങൾ പണിതു, വൈജ്ഞാനിക ഗവേഷണങ്ങൾക്ക് അടിസ്ഥാനങ്ങൾ പണിതു, ഒരുപാട് വിദ്യാഭ്യാസ കലാകേന്ദ്രങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ഇതെല്ലാം ആ കാലഘട്ടത്തിൽ ഉണ്ടായ വഖഫ് മുതൽ കൊണ്ടുണ്ടാക്കിയതാണ്. നിഷേധിക്കാൻ സാധ്യമല്ല. ചരിത്രം വളരെ വ്യക്തമായ രൂപത്തിൽ ആ കാലഘട്ടത്തിലെ കഥകൾ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രീതിയും പരലോക മോക്ഷവും ലക്ഷ്യം വെച്ച് നാട്ടിന്റെ മുഴുവൻ ക്ഷേമവും മുമ്പിൽ കണ്ട് പുരോഗതിയും വികസനവും മാത്രം ലാക്കാക്കി വ്യക്തികൾ, ഭരണകൂടങ്ങൾ, സാമ്പത്തിക സൗകര്യമുള്ള ആളുകൾ ഈ കാര്യത്തിൽ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി കോടിക്കണക്കായ സ്വത്തുക്കൾ ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും പാശ്ചാത്യ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ വാസ്തവത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതെല്ലാം വഖഫാണ്. ആ വഖഫ് കൊണ്ടാകുന്നു മുസ്ലിം സമൂഹത്തിന്റെ സാംസ്കാരികമായ സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമല്ല.
എന്താണ് വഖഫ്? നമ്മൾ ചിന്തിക്കും. ഈ വഖഫിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ കത്തുമ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിൽ വഖഫിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ബോധ്യമുണ്ടാവണം. എന്താണ് വഖഫ്? എന്താണ് വഖഫിന്റെ ചരിത്രം? വഖഫ് കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിനുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വഖഫ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ 3 അക്ഷരമാണ്. വഖഫ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തി, ബന്ധനസ്ഥമാക്കി, അത് നിയന്ത്രണിച്ച രൂപത്തിൽ, അതിന്റെ വരുമാനങ്ങൾ ഉണ്ടാവുന്ന രൂപത്തിൽ ആ സ്വത്ത് ദാനം ചെയ്തു. ഇതാണ് വഖഫ്. മൂലവസ്തു നിലനിർത്തി അതിന്റെ ഫലം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന സംവിധാനമാണ് വഖഫ്. ഇത് ഇസ്ലാമിൽ ഒരു വലിയ സാമ്പത്തിക സ്ഥാപനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വഖഫ് എന്ന് പറയുമ്പോൾ അതിൽ 4 ഘടകങ്ങളുണ്ട്. 4 ഘടകങ്ങൾ. 1 വാഖിഫ്, 2 മൗഖൂഫ് അലൈഹി, 3 മൗഖൂഫ്, 4-മത്തേത് സീഗത്തുൽ വഖഫ്. വാഖിഫ് എന്ന് പറഞ്ഞാൽ ആരാണോ വഖഫ് ചെയ്യുന്നത് ആ വ്യക്തിയാണ്. ആരാണോ വഖഫ് ചെയ്യുന്നത് അതാണ് വാഖിഫ്. 2-മത് പറയുന്നു മൗഖൂഫ് അലൈഹി. ആർക്കാണോ നിങ്ങൾ വഖഫ് ചെയ്യുന്നത് ആ സ്ഥാപനമാണ്. പള്ളിയാകാം, മദ്രസയാകാം, അനാഥാലയമാകാം, ആശുപത്രികളാവാം, ആതുരാലയങ്ങളാവാം, അങ്ങനെയുള്ള ധാരാളക്കണക്കിൽ തുറകളുണ്ടല്ലോ. അത് മൗഖൂഫുൻ അലൈഹി എന്ന രൂപത്തിലാകുന്നു അതറിയപ്പെടുക. 3-മത്തേത് മൗഖൂഫ് എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യുന്ന വസ്തുവാണ്. വഖഫ് ചെയ്യുന്ന വസ്തു എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റുകളാവാം, ബിൽഡിങ്ങുകളാവാം, വ്യവസായങ്ങളാവാം, വ്യാപാരങ്ങളാവാം. അങ്ങനെ ഏതെല്ലാം തുറകളിലൂടെ സമ്പത്ത് കുന്നുകൂടുന്നുവോ ആ തുറകളെല്ലാം തന്നെ മൗഖൂഫ് എന്ന് പറയുന്ന പരിധിയിൽപ്പെടുന്നു. 4-മത്തേത് സീഗത്തുൽ വഖഫ്. സീഗത്തുൽ വഖഫ് എന്ന് പറഞ്ഞാൽ വഖഫിന്റെ സീഗ, വാക്കാലോ രേഖാമൂലമോ നിങ്ങൾക്ക് വഖഫ് ചെയ്യാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുരാതന കാലഘട്ടത്തിൽ പ്രായമുള്ള ആളുകൾ, സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ മക്കളോട് വാക്കാൽ പറയും, മക്കളെ എന്റെ ഈ പറമ്പ് പള്ളിക്ക് വഖഫ് ചെയ്തിരിക്കുന്നു. അത് രേഖയാണ്, അലിഖിതമായ ഒരു പ്രമാണമാകുന്നു. അത് മദ്രസയ്ക്ക് വേണ്ടി ഇത്ര, സ്കൂളിന് വേണ്ടി ഇത്ര, യതീംഖാനകൾക്ക് വേണ്ടി ഇത്ര, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത്ര, മക്കളെ എന്റെ സ്വത്തിൽ ഇത്ര അംശം ഞാനിതാ വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് വാക്കാൽ ഒരു പിതാവ് മക്കളോട് പറഞ്ഞാൽ അത് പ്രമാണമാണ്, രേഖയാണ്, അനിഷേധ്യമായ രൂപത്തിൽ അത് അംഗീകരിക്കപ്പെടണം. ഇനി ഈ വാക്കാലുള്ള പ്രമാണങ്ങൾക്ക് ഒരിക്കലും സ്ഥാനമുണ്ടാകാൻ പോകുന്നില്ല. വാക്കാലുള്ള വഖഫ് അംഗീകരിക്കപ്പെടുകയില്ല എന്നാണ് ഈ പുതിയ ഭേദഗതികൾ മുഖേന വരാൻ പോകുന്ന ഒരു കാര്യം. വഖഫിനെ സംബന്ധിച്ച് പ്രോത്സാഹജനകമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർദ്ദേശങ്ങൾ ഞാൻ ഇവിടെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണാനന്തരം അയാൾക്ക് പ്രതിഫലമായി ലഭിക്കുന്ന തുറകൾ ഈ പറയുന്ന കാര്യങ്ങളാകുന്നു. 1 ഇൽമൻ അല്ലമഹു വനശറഹു, അയാൾ പഠിപ്പിച്ച വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രചരിപ്പിച്ച വിദ്യാഭ്യാസ സംവിധാനങ്ങൾ. ഔ വലദൻ സാലിഹൻ തറകഹു, അയാൾ വിട്ടേച്ചു പോയ സദ്വൃത്തനായ മക്കൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 2-മത്തെ കാര്യം. ഔ മുസ്ഹഫൻ വർറസഹു, അല്ലെങ്കിൽ അയാൾ അനന്തരമായി പള്ളിയിലോ സ്ഥാപനങ്ങളിലോ വെച്ചിട്ടുള്ള ഒരു മുസ്ഹഫ്. ഔ ബൈതൻ ബനാഹു, അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഭവനം. അത് യതീം കുട്ടികൾക്കാവാം, വിധവകൾക്കാവാം, അഗതികൾക്കാവാം, മിസ്കീനുകൾക്കാവാം, ഫക്കീറുകൾക്കാവാം, യാത്രക്കാർക്കാവാം. അങ്ങനെ ഏത് തരത്തിലും അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന മന്ദിരങ്ങൾ. ഔ ബൈതൻ ലിബ്നി സബീലി ബനാഹു, അയാൾ ഉണ്ടാക്കിയെടുത്ത വഴിയാത്രക്കാർക്കുള്ള വീടുകൾ. ഈ വഴിയാത്രക്കാരുടെ പരിധിയിൽ യൂസുഫുൽ ഖർദാവിയുടെ അഭിപ്രായ പ്രകാരം ലോകത്തിന്റെ നാനാഭാഗത്തും മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന രൂപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അഭയാർത്ഥികൾ 1-ാം നിരയിൽ പെടുന്നു എന്ന് അദ്ദേഹം ഫത്വ നൽകിയിട്ടുണ്ട്. ഔ നഹറൻ അജ്റാഹു, അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കിയ ജലസേചന പദ്ധതികൾ, കിണറുകളാവാം, തോടുകളാവാം, ജലാശയങ്ങളാവാം, അല്ലെങ്കിൽ ഇറിഗേഷൻ പ്രവർത്തനങ്ങൾ ഏതുമാവാം. അല്ലെങ്കിൽ ഔ സദഖതൻ അഖ്റജഹ മിൻ മാലിഹി ഫീ സിഹ്ഹതിഹി വഹയാതിഹി തൽഹഖുഹു ബഅദ മൗതിഹി. അവസാനമായി തിരുമേനി പറയുന്നു, തന്റെ ധനത്തിൽ നിന്ന് ആരോഗ്യമുള്ള കാലത്ത് അള്ളാഹുവിന്റെ പ്രീതി മോഹിച്ചുകൊണ്ട് അയാൾ എന്തെല്ലാം സദഖ ചെയ്യുന്നുവോ അതെല്ലാം മരണാനന്തരം അയാളെ തീർച്ചയായും അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇതാണ് വഖഫിന്റെ അടിസ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ ചെയ്ത ആദ്യത്തെ കാര്യം പള്ളിയുണ്ടാക്കലാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഖഫാണ്.
രണ്ടാമത്തെ ഘട്ടം മസ്ജിദ് നബവി ഉണ്ടാക്കാൻ വേണ്ടി ബനു നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട 2 അനാഥ മക്കൾ, സഹിൽ സുഹൈൽ എന്നാണ് അവരുടെ പേര്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കുതിരകളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈത്തപ്പഴങ്ങൾ മെതിച്ചുകൊണ്ടിരിക്കുന്ന ലായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങുകയും തന്റെ കീശയിൽ നിന്ന് കാശെടുത്തുകൊണ്ട് അത് മുസ്ലിം സമൂഹത്തിന് ഖിയാമത്ത് നാൾ വരെയുള്ള വഖഫായി രേഖപ്പെടുത്തുകയും ചെയ്തു. അവിടെയാണ് ഞാനും നിങ്ങളും രണ്ടാമത്തെ തീർത്ഥാടന കേന്ദ്രമായ മസ്ജിദ് നബവിയിൽ ചെന്ന് നമസ്കരിക്കുന്നത്. അത് നബിയുടെ വഖഫാണ്. മൂന്നാമത്തെ വഖഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ചെയ്തത്. മുഹൈരിഖ് എന്ന് പറയുന്ന ഒരു ജൂതൻ, അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ബദർ യുദ്ധം കഴിഞ്ഞു, ഉഹദ് യുദ്ധത്തിന്റെ സമയമായി. ആ സന്ദർഭത്തിൽ ആ മുഹൈരിഖ് എന്ന് പറയുന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, റസൂലേ, ഞാനിതാ ഈ യുദ്ധത്തിൽ ഷഹീദായേക്കാം, ഈ യുദ്ധത്തിൽ ഞാൻ ഷഹീദായേക്കാം. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെ കയ്യിൽ 7 തോട്ടങ്ങളുണ്ട്, ഈത്തപ്പന തോട്ടങ്ങൾ. മദീനയിൽ 7 ഈത്തപ്പന തോട്ടങ്ങൾ എനിക്കുണ്ട്. എന്റെ മരണശേഷം അങ്ങ് അള്ളാഹു കാണിച്ചു തരുന്ന രൂപത്തിൽ ഈ സ്വത്ത് വിനിയോഗിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി വഖഫ് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഹൈരിഖ് ഷഹീദായതിന് ശേഷം ചെയ്ത ആദ്യത്തെ പണി ഈ തോട്ടങ്ങൾ മുഹൈരിഖിന് വേണ്ടി മുസ്ലിം സമൂഹത്തിന് ആവശ്യമായ രൂപത്തിൽ വഖഫ് ചെയ്യുകയാകുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഖഫ്. അത് മുഹൈരിഖിന്റെ സ്വത്തായിരുന്നു. മദീനയിൽ സത്യവിശ്വാസികളെല്ലാം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം മനസ്സിലാക്കി, വെള്ളത്തിന് നല്ല ക്ഷാമമുണ്ട്, കുടിവെള്ളം കിട്ടാനില്ല, കിണറുകളില്ല, ജലാശയങ്ങളില്ല, ആളുകൾ ദാഹിച്ചു വലയുന്നു. ആ സന്ദർഭത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജൂതന്റെ കയ്യിലുണ്ടായിരുന്ന റൂമ എന്ന് പറയുന്ന കിണർ ആരെങ്കിലും വാങ്ങി മുസ്ലിം സമൂഹത്തിന് വഖഫ് ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് സ്വർഗം നൽകും എന്ന് പറഞ്ഞു. റൂമ എന്ന് പറയുന്ന കിണർ ആരെങ്കിലും വാങ്ങി വഖഫ് ചെയ്താൽ വലഹു മഅ ബിലാദലാഇൽ മുസ്ലിമീന, മുസ്ലിം സമൂഹത്തോടൊപ്പം താനും വെള്ളം ഉപയോഗിക്കുന്ന രൂപത്തിൽ സമാവകാശമായി ആരെങ്കിലും വഖഫ് ചെയ്താൽ അയാൾക്ക് സ്വർഗത്തിലും ഇതേപോലെയുള്ള സൗകര്യങ്ങൾ അള്ളാഹു ചെയ്യും. അത് കേട്ടപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 30,000 ദിർഹം കൊടുത്തുകൊണ്ട് ആ കിണർ വാങ്ങുകയും ഇസ്ലാമിന് വേണ്ടി വഖഫ് ചെയ്യുകയും ചെയ്തു. ബിർ റൂമ എന്ന് പറയുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വഖഫായി നൽകിയ കിണറാകുന്നു. അത് മുസ്ലിം സമൂഹത്തിന് ഉപയോഗിക്കാവുന്ന രൂപത്തിൽ അദ്ദേഹം വഖഫ് ചെയ്തു. ഇസ്ലാമിലേക്ക് ഏറ്റവും അവസാനമായി കടന്ന വ്യക്തിയാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഖാലിദ് ബിൻ വലീദ് പല സന്ദർഭങ്ങളിലും പറയുന്ന അഭിപ്രായങ്ങൾ യുദ്ധത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖവിലക്കെടുക്കും. അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രബലരായ സീനിയർ സഹാബികൾ മുമ്പിലിരിക്കുമ്പോഴും ഖാലിദിന്റെ ചില അഭിപ്രായങ്ങൾക്ക് അദ്ദേഹം വല്ലാതെ പ്രാധാന്യം കൊടുക്കും നബി തിരുമേനി. ഇത് പലർക്കും അനവസരമുണ്ടായി. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെതിരിൽ ചില വർത്തമാനങ്ങൾ നബിയുടെ സന്നിധിയിൽ വെച്ച് സഹാബിമാർ രേഖപ്പെടുത്തിയപ്പോൾ തിരുമേനി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അമ്മ ഖാലിദ് ഫഇന്നകും തളിമൂന ഖാലിദ്, ഖാലിദിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, ഖാലിദിനോട് നിങ്ങൾ കുറെ അന്യായം ചെയ്യുന്നുണ്ട്. സംസാരത്തിലും പെരുമാറ്റത്തിലും ജൂനിയറാണ് എന്ന് പറഞ്ഞുമെല്ലാം കൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അറിയണം, ഫഖദ് ഹസബസ വഖഫ അദ്റാഅഹു വഅതാദുഹു ഫീ സബീലില്ലാഹ്, അദ്ദേഹത്തിന്റെ കുന്തവും യുദ്ധോപകരണങ്ങളും അങ്ങനെ യുദ്ധത്തിന് ഉപയോഗപ്പെടുത്തുന്ന എല്ലാ സാമഗ്രികളും അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്ത മഹാവ്യക്തിയാണ് അദ്ദേഹം. ഒരിക്കലും നിങ്ങൾ ഖാലിദിനെ വില കുറച്ച് കാണാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ ഉപദേശിക്കുകയാണ്. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത്. പിന്നെയുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഖഫാണ്. ആ വഖഫിൽ ഉണ്ടാക്കി വെച്ച നിയമങ്ങളാണ് ഇന്നും ഈ കാലഘട്ടത്തിൽ വഖഫ് നിയമങ്ങൾക്ക് ആധാരമായി ലോക ചരിത്രത്തിൽ കാണുന്നത്. വഖഫിനെ സംബന്ധിച്ച് ഇസ്ലാമിക ഫിഖ്ഹിൽ ധാരാളക്കണക്കിൽ വാചാരമായി സംസാരിക്കുന്നുണ്ട്. വഖഫിന്റെ അവകാശങ്ങൾ, വഖഫിന്റെ രൂപങ്ങൾ, വഖഫിനുള്ള ചട്ടങ്ങൾ, വ്യവസ്ഥകൾ, ചിട്ടകൾ, അത് ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണം, എങ്ങനെ തലമുറകളായി വഖഫിന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നിത്യാദി വിഷയങ്ങളൊക്കെ വളരെ സമഗ്രമായ രൂപത്തിൽ ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. ആ പ്രമാണങ്ങളിൽ അടിസ്ഥാനമായ ഒരു പ്രമാണമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഖൈബറിലുള്ള സ്വത്ത് വഖഫ് ചെയ്തപ്പോൾ ഉണ്ടാക്കിയെടുത്ത പ്രമാണത്തിലെ രേഖകൾ.
ഞാനത് വിശദീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുമേനി ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന് ഖൈബർ യുദ്ധത്തിൽ ഗനീമത്തായി കുറെ വസ്തു ലഭിച്ചു. ഒരു നല്ല ഭൂമി അദ്ദേഹത്തിന് ലഭിച്ചു. അത് കിട്ടിയപ്പോൾ അദ്ദേഹം നബിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, റസൂലേ, ഇന്നി അസബത്തു അർളൻ ബി ഖൈബർ, ഖൈബറിൽ എനിക്കൊരു ഭൂമി പതിച്ചു കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വിലപ്പെട്ട, ഞാൻ പ്രിയങ്കരമായി കരുതുന്ന ഭൂമിയാണ്. അതെനിക്ക് വേണ്ട. ഞാനത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് അങ്ങക്ക് പറയാനുള്ളത്? നോക്കൂ, ഖൈബറിൽ ആ കാലഘട്ടത്തിൽ കോടിക്കണക്കിൽ വില മതിക്കുന്ന ഭൂമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങ് കാണുന്ന രൂപത്തിൽ അത് ഉപയോഗിച്ചുകൊള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തോട് പറയുകയാണ്, ഇൻ ശിഅത ഹബസ്ത അസ്ലഹു വതസദ്ദഖ ബിഹാ. ഉമറെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ അസൽ എന്ന് പറഞ്ഞാൽ ആ സ്വത്ത് നിങ്ങൾക്ക് തന്നെ കൈവശം വെച്ചുകൊണ്ട് അതിന്റെ വരുമാനങ്ങൾ നിങ്ങൾക്ക് വഖഫ് ചെയ്യാം. അതിന്റെ വരുമാനം നിങ്ങൾക്ക് കാലാകാലം മുസ്ലിം സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രൂപത്തിൽ വഖഫ് ചെയ്യാം എന്ന് ഉമറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഉണ്ടാക്കിയ പ്രമാണം ലാ യുബാഉ വലാ യുഹബു വലാ യൂറസു വതുസദ്ദഖ ബിഹാ ഫിൽ ഫുഖറാഇ വഫി ദിൽ ഖുർബാ വഫി റിഖാബി വഫി സബീലില്ലാഹി വബിനി സബീലി വല്ലൈൽ. നോക്കണം, എന്താണ് പ്രമാണം എന്നറിയാം. ആ സ്വത്ത് വിൽക്കാൻ പാടില്ല, അത് ഇഷ്ടദാനമായി കൊടുക്കാൻ പാടില്ല, അത് അനന്തര സ്വത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല. എന്നിട്ടോ അതിന്റെ വരുമാനം ഫുഖറാ, മസാക്കീൻ, അടുത്ത ബന്ധുക്കൾ, അകന്ന ബന്ധുക്കൾ, അടിമമോചനത്തിന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്രക്കാർ, അഭയാർത്ഥികൾ, അതിഥികൾ, അഗതികൾ, പാവങ്ങൾ, വിധവകൾ, സാധുക്കൾ, ഇവരുടെ ഉന്നമനത്തിനും ഉത്കർഷത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തണം അതിന്റെ വരുമാനം. ഇതാണ് ഇസ്ലാമിൽ വഖഫിന്റെ പ്രമാണമായി ഇന്നേ വരെ അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങൾ. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സമീപിക്കുന്ന വ്യക്തി അബൂ തൽഹ എന്ന് പറയുന്ന ഉദാരമതിയാണ്. ബൈറുഹ എന്ന് പറയുന്ന ഒരു തോട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, വളരെ പ്രിയപ്പെട്ട ഒരു തോട്ടം. പരിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം ഇറങ്ങി, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ സ്വത്ത്, സമ്പാദ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല. നിങ്ങൾ ബിർറ് തേടാൻ പോകുന്നില്ല. ഈ ആയത്ത് അവതരിച്ചപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹു പറയുന്നു, ഏറ്റവും പ്രിയങ്കരമായ സ്വത്ത് എന്നല്ലേ? എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ സ്വത്ത് ബൈറുഹ തോട്ടമാണ്. ചന്തം തുളുമ്പിടും ബൈറുഹ എന്ന ഈത്തപ്പനയുടെ തോട്ടം, മുന്തിരിങ്ങക്കുല കോർത്ത തോരണ പന്തലണിഞ്ഞൊരു തോട്ടം, തൈകളിൽ മിന്നുക, കായകൾ മിന്നിത്തിളങ്ങുന്നു എന്ന് പറയുന്ന ആ ബൈറുഹ തോട്ടത്തിന്റെ വളരെ സന്തോഷകരമായ വർണ്ണന അബൂ സഹലയെ പോലെയുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കാൻ വേണ്ടി ആ ബൈറുഹ തോട്ടത്തിൽ ചെല്ലും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തോട് പറയുന്നു, അതൊരു ലാഭകരമായ സമ്പാദ്യമാകുന്നു, സ്വത്താകുന്നു. നിങ്ങൾ അത് ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബക്കാരിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലും വഖഫാക്കി വെക്കുക. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആ ഉപദേശം മാനിച്ചുകൊണ്ട് തന്റെ പിതൃവ്യന്മാർ പാവങ്ങളായിരുന്നു, അവരുടെ മക്കൾ പാവങ്ങളായിരുന്നു, അവർക്ക് പ്രയോജനം ലഭിക്കുന്ന രൂപത്തിൽ അവർക്ക് വഖഫാക്കി. ഇത് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട വഖഫാണ്. അതിനുശേഷം ഖുലഫാഉർ റാഷിദുകൾ കഴിഞ്ഞു, അമവിയ്യ ഭരണം വന്നു, അബ്ബാസിയ ഭരണം വന്നു. ആ കാലഘട്ടങ്ങളിലെല്ലാം ലോകത്തിന്റെ നാനാഭാഗത്തും ഇതേപോലെയുള്ള ധാരാളക്കണക്കിന് വഖഫ് സ്വത്തുക്കൾ ഉണ്ടായി. നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പറയാം, സഹോദര സമുദായത്തിന് ബ്രിട്ടീഷുകാർ കൊടുത്തുപോയതുപോലെ ലക്ഷക്കണക്കിൽ ഏക്കറുകൾ നമുക്കാരും തന്നിട്ടില്ല. നമുക്ക് തന്നത് നമ്മുടെ പൂർവികരായ ആളുകൾ അള്ളാഹുവിന്റെ വജ്ഹ് മോഹിച്ചുകൊണ്ടുണ്ടാക്കിയ വഖഫ് സ്വത്തുക്കൾ മാത്രമാണ്. മുഗളന്മാർ തന്നിട്ടില്ല, ബ്രിട്ടീഷുകാർ തന്നിട്ടില്ല, ഒരു പണക്കാരനും തന്നിട്ടില്ല. അള്ളാഹുവിന്റെ വജ്ഹ് മോഹിച്ചുകൊണ്ട് പാവങ്ങളായ സത്യവിശ്വാസികൾ അരയും തലയും മുറുക്കി ഉണ്ടാക്കിയ വരുമാനത്തിന്റെ ഒരു ഓഹരി അള്ളാഹുവിന് കിടക്കട്ടെ എന്ന് കരുതി ഖിയാമത്ത് നാൾ വരെ പ്രയോജനപ്പെടുന്ന രൂപത്തിൽ വഖഫാക്കി വെച്ച സ്വത്തുക്കളാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി രംഗത്തിറങ്ങാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പൗരത്വ നിയമത്തിന്റെ വിഷയത്തിൽ ഏതൊരു ഉത്കണ്ഠ ഈ സമുദായം പങ്കുവെച്ചുവോ അതേപോലെയുള്ള ഉത്കണ്ഠയും ആശങ്കയും തീർച്ചയായും മുസ്ലിം സമുദായത്തിൽ ഉണ്ട് എന്ന് സമീപകാല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ നിലയ്ക്ക് മുസ്ലിം സമുദായം ഈ പ്രശ്നത്തിന്റെ എല്ലാ ഗൗരവവും ഉൾക്കൊണ്ട് മതനിരപേക്ഷമായി ചിന്തിക്കുന്ന മറ്റ് മതസ്ഥരെയും രാഷ്ട്രീയക്കാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല സംരംഭം തീർച്ചയായും ഈ വിഷയത്തിൽ നടത്തുകയും ഈ നിയമം പിൻവലിക്കപ്പെടുന്നത് വരെയുള്ള പ്രക്ഷോഭങ്ങളിൽ നിയമപരമായും രാഷ്ട്രീയമായും ഇടപെടാൻ തീർച്ചയായും നമുക്ക് സാധിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.